പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി 100 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരായി 80 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടും സഞ്ചരിച്ചാൽ ഒഴുക്കിൻ്റെ വേഗത എത്ര? ഇതെല്ലാം PSC SSC പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ആദ്യം നമ്മൾ ഡൗൺ സ്ട്രീമിൻ്റെ വേഗത കാണുക. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ഒഴുക്കിന് അനുകൂലമായ വേഗത. നമ്മൾ DS എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേഗത കാണുവാനായിട്ട് നമുക്കറിയാം. വേഗത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ദൂരം ബൈ സമയമല്ലേ. ഇവിടെ ദൂരം എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്, സമയം 4 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് 100/4 എന്നെഴുതാമല്ലോ. നമുക്ക് 25 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടുമല്ലോ. അടുത്ത നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡൗൺ സ്ട്രീം ആണ്. അത് ഒഴുക്കിനെതിരെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീമാണ് നമ്മൾ രണ്ടാമത് കാണേണ്ടത്. ഒഴുക്കിനെതിരെ എന്നുള്ളതാണ് അപ്പ് സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെയും വേഗത കാണുവാനായിട്ട് നമുക്ക് നോക്കാം. അപ്പ് സ്ട്രീം എന്ന് പറയുന്ന ഒഴുക്കിനെതിരെ 80 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്, സമയം 5 മണിക്കൂറാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 എന്ന് കിട്ടും. 16 കിലോമീറ്റർ പെർ അവർ വേഗതയാണ്. അത്രയും ഓക്കെ അല്ലേ? നമുക്ക് ഇനി വരാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒഴുക്കിൻ്റെ വേഗതയല്ലേ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിന് നമുക്കൊരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്താൽ, ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ, ഇതിനെ നമ്മൾ അപ്പ് സ്ട്രീം എന്ന് പറയും, ഇതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. ഇതിൻ്റെ ആവറേജ് ആണ്. ഓക്കെ, അപ്പ് സ്ട്രീം നമുക്ക് കിട്ടി. അപ്പ് സ്ട്രീം നമുക്ക് എത്ര കിട്ടി? 16 എന്ന് കിട്ടി. ഡൗൺ സ്ട്രീം നമുക്ക് എത്ര കിട്ടി? നമുക്ക് 25 എന്ന് കിട്ടി. ഓക്കെ, ഈ 16ൻ്റെയും 25ൻ്റെയും ആവറേജാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക അല്ലേ. അതായത് 16ഉം 25ഉം കൂടെ കൂട്ടുക, നമുക്ക് 41 കിട്ടും. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 20.5 അല്ലേ. അപ്പോൾ ആവറേജ് നമ്മളിവിടെ എഴുതി. എത്രയാണ്? 20.5. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി ഒഴുക്കിൻ്റെ വേഗത കാണുവാനായിട്ട് ഒന്നെങ്കിൽ 20.5 നിന്നും 16 കുറച്ചാൽ മതി, അല്ലെങ്കിൽ 25 നിന്നും 20.5 കുറച്ചാൽ മതി. ഡിഫറൻസ് എടുത്ത് ഒന്ന് ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. എത്ര കിട്ടും? 4.5 എന്ന് കിട്ടും. എത്രയാണ്? 4.5 കിലോമീറ്റർ പെർ അവർ. 4.5. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒഴുക്കിൻ്റെ വേഗത. സിമ്പിളല്ലേ? ഓക്കേ.